ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രാൻസ്ഫോമറിന്റെ ബേസിക് കൺസെപ്റ്റ് ആണ്. KCB സബ് എഞ്ചിനീയറിനും അതുപോലെ തന്നെ KW ഓപ്പറേറ്റർ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇന്നത്തെ സെഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ. അപ്പൊ ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയ രണ്ട് വൈൻഡിങ് കാണിച്ചിട്ടുണ്ട് അല്ലെ, അതായത് പ്രൈമറി വൈൻഡിങ്ങും ഉണ്ട്, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പൊ എന്താണ് പ്രൈമറി വൈൻഡിങ്, എന്താണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് അറിയണം. നമ്മുടെ സോഴ്സ് എവിടെയാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള വൈൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി വൈൻഡിങ് എന്ന് വിളിക്കും. ഓക്കെ, ഈ പ്രൈമറി വൈൻഡിങ്ങിനെ നൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടേം, ഇപ്പൊ സപ്പോസ് പ്രൈമറി വൈൻഡിങ്ങിലെ വോൾട്ടേജ് ആണ് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ VP എന്ന് മെൻഷൻ ചെയ്യും, അല്ലെങ്കിൽ V1 എന്ന് മെൻഷൻ ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ കറണ്ട് ആണെങ്കിലും അങ്ങനെ തന്നെ I1 അല്ലെങ്കിൽ IP. ഇനി നമ്പർ ഓഫ് ടേൺസ്, ഇവിടെയുള്ള ഈ കോയിൽസിന്റെ നമ്പർ ഓഫ് ടേൺസ് ആണെങ്കിൽ N1 അല്ലെങ്കിൽ NP എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഒരു പ്രൈമറി സൈഡ് എന്ന് വെച്ചാൽ എന്താണ്, എവിടെയാണോ നമ്മുടെ സോഴ്സ് കണക്ട് ചെയ്യുന്നത് ആ സൈഡിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സൈഡ്. സെക്കൻഡറി സൈഡ് എന്ന് വെച്ചാൽ എന്താ, സെക്കൻഡറി സൈഡ് എന്ന് വെച്ചാൽ എവിടെയാണോ നമ്മുടെ ലോഡ് കണക്ട് ചെയ്യുന്നത് ആ ലോഡ് കണക്ട് ചെയ്യുന്ന ടെർമിനലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെക്കൻഡറി ടെർമിനൽ അല്ലെങ്കിൽ സെക്കൻഡറി സൈഡ് എന്ന് വിളിക്കും. അപ്പൊ അവിടെയുള്ള വോൾട്ടേജിനെയും കറണ്ടിനെയും നമ്പർ ഓഫ് ടേൺസിനെയൊക്കെ നമ്മൾ ഒന്നെങ്കിൽ സഫിക്സ് S ഇട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ N2 I2 V2 എന്ന് പറഞ്ഞ് കാണിക്കാം. ഓക്കെ, ഈ വൈൻഡിങ് വൗണ്ട് ചെയ്തത് ഒരു മാഗ്നറ്റിക് കോറിലായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു മാഗ്നറ്റിക് കോർ എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക് കോറിന്റെ രണ്ട് ലിംബ് LIMB ലിംസിലാണ് നമ്മൾ എന്ത് വൗണ്ട് ചെയ്തത്, പ്രൈമറി വൈൻഡിങ്ങും അതേപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങും വൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ ഇതിന് ബൗണ്ട് ചെയ്തിരിക്കുന്ന ഈ കോയിലിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് ഫ്ലക്സ് ഇതിലൂടെ ഫ്ലോ ചെയ്യും, ഈ മാഗ്നറ്റിക് കോറിക്കോട്. അപ്പോൾ നമ്മൾ പ്രൈമറിയിലാണ് സോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഒരു വോൾട്ടേജ് ഇപ്പറ സെക്കൻഡറി സൈഡിലും കിട്ടുകയാണ്. അതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ മെയിൻ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. എനർജി ട്രാൻസ്ഫറിങ് ആണ് ആര് നടത്തുന്നത്, ഒരു ട്രാൻസ്ഫോമർ. നമ്മൾ ഒരു സൈഡിൽ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഒന്നെങ്കിൽ സെയിം വോൾട്ടേജ് തന്നെ കിട്ടും, അതിനെ 1-to-1 ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പ്രൈമറി സൈഡിൽ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും വലിയ വോൾട്ടേജ് നമുക്ക് സെക്കൻഡറി സൈഡിൽ കിട്ടും. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇനി പ്രൈമറി വോൾട്ടേജ് കൊടുത്ത വോൾട്ടേജിനേക്കാളും ചെറിയ വോൾട്ടേജ് ആണ് സെക്കൻഡറി സൈഡിൽ കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം. അപ്പൊ ടേംസ് ഓർക്കുക, സ്റ്റെപ്പ് അപ്പ് പറഞ്ഞു, സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞു, 1-to-1 ട്രാൻസ്ഫോമർ പറഞ്ഞു. 1-to-1 ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ ഇവിടെ കൊടുക്കണ അതേ വോൾട്ടേജ് തന്നെ ഇപ്പുറം കിട്ടുന്നതിനാണ് 1-to-1 ട്രാൻസ്ഫോമർ. ഇനി ഒരു ട്രാൻസ്ഫോമർ എടുക്കുമ്പോൾ ഇവരുടെ ഈ രണ്ട് വൈൻഡിങ്ങും തമ്മിൽ ദേ ആർ ഇലക്ട്രിക്കലി കപ്പിൾഡ് അല്ല, അതായത് ഇലക്ട്രിക്കലി കണക്റ്റഡ് അല്ല, പക്ഷെ അവരെങ്ങനെയാണ്, മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. കിട്ടില്ല, അതും ഒരു പോയിന്റ് ആണ് കേട്ടോ. PSC ചോദിച്ചിട്ടുള്ളതാണ്, എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് സെറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതായത് ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് എന്ന് പറയുമ്പോൾ അവര് ഇലക്ട്രിക്കലി കപ്പിൾഡ് അല്ല, അതായത് ഇലക്ട്രിക്കലി അവർ തമ്മിൽ ഒരു കണക്ഷനും വരുന്നില്ല, ബട്ട് മാഗ്നറ്റിക്കലി എന്താണ്, അവർ കപ്പിൾഡ് ആണ്. ഇത്രയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ ജനറൽ ആയിട്ട് പറയുന്നത്. ഇനി ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഏത് ലോ വെച്ചിട്ടാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണത്. അതായത് ഓരോ മെഷീനും അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പം DC ജനറേറ്റർ നമ്മൾ പഠിക്കാൻ നേരത്ത് പറഞ്ഞിരുന്നു. അതേപോലെ നമ്മളിപ്പോ DC ജനറേറ്ററിലെ ബാക്ക് EMFന്റെ കേസ് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ പോലെ ഓരോ ലോയിനും പ്രത്യേകതയുണ്ട് അല്ലെ. ഓരോ ലോയും എന്താണ്, അതിന്റെ വർക്കിംഗ് കാണിക്കുകയാണ്. ഐ മീൻ വർക്കിങ്ങിനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഓരോ ലോ. അതുപോലെ ട്രാൻസ്ഫോമറിന്റെ വർക്കിങ്ങിന് പറയുന്ന ലോ ഏതാണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഏത് ലോയിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ലോയിന്റെ ബേസിലാണ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ. PSC ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഫാരഡേസ് ലോ എന്ന് അറിയണം അല്ലെ. ഫാരഡേസ് ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാണ്, ഒരു EMF, ഓക്കെ, ഒരു EMF ഉണ്ടാവണം. ആ EMF ഉണ്ടാവണത് എപ്പോഴാ, ഫ്ലക്സിന് മാറ്റം വരുമ്പോൾ അവിടെ EMF ഉണ്ടാവുക. ഓക്കെ, ഒരു കണ്ടക്ടർ ലിങ്ക് ചെയ്തിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജിന് ചേഞ്ച് സംഭവിക്കുമ്പോൾ, ചേഞ്ച് അതാണ് മാറ്റം എന്ന് പറഞ്ഞത്. ഫ്ലക്സ് ലിങ്കേജസിന്, ഒരു കണ്ടക്ടർ ലിങ്ക് ചെയ്യണ ഫ്ലക്സിന് മാറ്റം സംഭവിക്കുമ്പോൾ, ഫ്ലക്സ് ലിങ്കേജിന് മാറ്റം സംഭവിക്കുമ്പോൾ ആ കണ്ടക്ടറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും, EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതാണ് ആര് പറഞ്ഞത്, ഫാരഡേ പറയുന്നത്.
ഓക്കെ, ഫാരഡേക്ക് 2 ലോ ഉണ്ട്. ജസ്റ്റ് എന്താണെന്ന് മാത്രമാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. അതായത് ഫ്ലക്സ് ലിങ്കേജിന് മാറ്റം വരുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യും. അത്രയാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. ഫാരഡേസ് സെക്കൻഡ് ലോ വെച്ചിട്ടാണ് അയാൾ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്. അതായത് അവരുടെ റിലേഷൻ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ഉം ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ചും എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഫ്ലക്സ് ലിങ്കേജ് കൂടിയിട്ടുണ്ട്, അതായത് ഫ്ലക്സ് ലിങ്കേജ് അല്ല, ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻഡ്യൂസ് ചെയ്യണ EMF എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഫാരഡേസ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും പറഞ്ഞു. സെക്കൻഡ് ലോ ആണ് നമുക്ക് എന്ത് തരുന്നത്? ഈ റിലേഷൻ. ഫ്ലക്സ് ലിങ്കേജിന്റെ ചേഞ്ച് എത്രത്തോളം കൂടുന്നു അത്രയും എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി വൈൻഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ AC സോഴ്സ് കണക്ട് ചെയ്യണതിനാണ് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. സെക്കൻഡറി വൈൻഡിങ് എന്ന് വെച്ചാൽ എന്താ? ലോഡ് കണക്ട് ചെയ്യണതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്കൻഡറി വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ 2 വൈൻഡിങ്ങും നമ്മൾ എവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത്? 2 വൈൻഡിങ്ങും നമ്മൾ ഒരു കോറിൽ, ആ കോറിന്റെ പ്രത്യേകത എന്താ? അതൊരു മാഗ്നറ്റിക് കോറാണ്. മാഗ്നറ്റിക് കോറിലാണ് നമ്മൾ എന്ത് വൗണ്ട് ചെയ്തിട്ടുള്ളത്? ഈ 2 വൈൻഡിങ്സും നമ്മൾ വൗണ്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പറഞ്ഞ അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഒരു ട്രാൻസ്ഫോമറിലെ വൈൻഡിങ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കലി അവരെന്താണ്? ഐസൊലേറ്റഡ് ആണ് അല്ലെ? ഇലക്ട്രിക്കലി പ്രൈമറി സൈഡും സെക്കൻഡറി സൈഡും തമ്മിൽ ഒരു കണക്ഷനും വരുന്നില്ല. ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്, അതുപോലെ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. അടുത്ത മാസം വരാൻ പോകുന്ന എക്സാമിനൊക്കെ ഇതുപോലത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ്, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് എന്താണ്? ഒരു ട്രാൻസ്ഫോമർ ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ നമ്മൾ തീരുമാനിക്കുന്നത്? ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഇതിപ്പോ ഒരു ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ ഒരു സൈഡിൽ നമ്മുടെ വോൾട്ടേജ് സപ്പോസ് E1 ആണ് ഇവിടുത്തെ ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് V1 ആണെന്ന് വിചാരിക്കുക. അപ്പോ ഈ V1 ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞ്, അതായത് ഈ പറഞ്ഞ പോലെ വോൾട്ടേജ് ഇൻഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിൽ നമുക്ക് കിട്ടിയ വോൾട്ടേജ് ആണ് V2. നമ്മൾ പറയുകയാണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞു അത് എന്ത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസിനും പ്രത്യേകതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസും എങ്ങനെയായിരിക്കും? പ്രൈമറി സൈഡിനേക്കാളും കൂടുതലായിരിക്കും. ഈ റിലേഷൻ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ എന്താ? പ്രൈമറി സൈഡിലെ വോൾട്ടേജിനേക്കാളും പെരുത്ത് വോൾട്ടേജ് എവിടെ കിട്ടും? സെക്കൻഡറി സൈഡിൽ കിട്ടും. അത് മാത്രമല്ല, പ്രൈമറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടല്ലോ വൈൻഡിങ്ങിന്റെ, ആ നമ്പർ ഓഫ് ടേൺസിനേക്കാളും വലിയ കൂടുതൽ വൈൻഡിങ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? സെക്കൻഡറി സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, അതാണ് ആര്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഉൾട്ട. അതായത് പ്രൈമറി സൈഡിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, ആ വോൾട്ടേജ് കാരണം എന്തുണ്ട്? സെക്കൻഡറി സൈഡിൽ ഒരു വോൾട്ടേജ് ഉണ്ടായി. അപ്പൊ ഈ സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി സൈഡ്. ഇവിടെ കിട്ടിയ വോൾട്ടേജ്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ വോൾട്ടേജ് എങ്ങനെയാ? പ്രൈമറി കൊടുത്തതിനേക്കാളും കുറവാണ്. അതായത് വോൾട്ടേജ് കൂടുതൽ കിട്ടാനും കുറവ് കിട്ടാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസും എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ സെക്കൻഡറി വിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ പ്രൈമറി. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണിന്റെയും വോൾട്ടേജിന്റെ റിലേഷനും നമ്പർ ഓഫ് ടേൺസിന്റെ റിലേഷനും. ഇനി എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഇതൊരു ട്രാൻസ്ഫോമറിന്റെ മാഗ്നറ്റിക് കോറാണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് കോറിലാണ് നമ്മൾ എന്ത് വൗണ്ട് ചെയ്തിട്ടുള്ളത്? പ്രൈമറി വൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെക്കൻഡറി വൈൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് പ്രൈമറി എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? സപ്ലൈ കൊടുക്കണം അല്ലെ? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണത് ഏത് സപ്ലൈയിലാണ്? AC സപ്ലൈയിലാണ്. എന്തുകൊണ്ടാണ് DC-യിൽ വർക്ക് ചെയ്യാത്തത് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയും. അപ്പൊ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യണത് AC-യിലാണ് അല്ലെ? നമ്മളൊരു AC വോൾട്ടേജ് കൊടുത്തു, AC വോൾട്ടേജ് ഇവിടെ കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതിൽ കൂടെ എന്ത് ഫ്ലോ ചെയ്യും? ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി, വൈൻഡിങ്ങിൽ കൂടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഒരു AC വോൾട്ടേജ് ആയതുകൊണ്ട് ഈ കറണ്ട് എന്തായിരിക്കും? AC കറണ്ട് ആയിരിക്കും അല്ലെ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. വേരിയിങ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈച്ച് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഓരോ ഇൻസ്റ്റന്റിലും കറണ്ടിന്റെ വാല്യൂ വേരി ചെയ്യണം. അതല്ലേ ഈ AC എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യണത്. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തിനെ ഉണ്ടാക്കും? ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സിനെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദിസ് ഓൾട്ടർനേറ്റിംഗ്, അതായത് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ആരുണ്ടായി? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടായി. ആ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്തിനെ ഡെവലപ്പ് ചെയ്യും? ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ്. ആ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഇതിൽ ഫ്ലോ ചെയ്യും? ഈ മാഗ്നറ്റിക് കോറിക്കോടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. ആ ഫ്ലക്സിനെ നമുക്ക് വേണമെങ്കിൽ മെയിൻ ഫ്ലക്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിംപ്ലി ഫ്ലക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് ദ മെയിൻ ഫ്ലക്സ്. ഈ മെയിൻ ഫ്ലക്സ് എന്താണ്? ഓൾട്ടർനേറ്റിംഗ് ആണ്. കാരണം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ആ ഫ്ലക്സിനെ ഉണ്ടാക്കിയത്. അപ്പൊ ആ ഫ്ലക്സും എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. ദാറ്റ് ഈസ് d∅dt. ഓക്കെ, ഓരോ ടൈമിലും അതിന്റെ ഓരോ ഇൻസ്റ്റന്റിലെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനർത്ഥം എന്താ? ഫ്ലക്സ് വേരിയിങ് ആണ്.
ഓക്കെ, ഇപ്പൊ ഇനി നിങ്ങൾ നോക്കുക രണ്ട് സൈഡ്, അതായത് ഈ ഒരു സൈഡും നിങ്ങൾ നോക്കുക, ഈ സൈഡും നോക്കുക, ഈ സൈഡും നോക്കുക. അവിടെ രണ്ടിടത്തും എന്തുണ്ട്? വൈൻഡിങ് ഉണ്ട് അല്ലെ? ഫ്ലക്സ്, വേരിയിങ് ഫ്ലക്സ് ഇതിൽ ഇങ്ങനെ പോയപ്പോ അവിടെ ഇരിക്കുന്ന വൈൻഡിങ് അല്ലെങ്കിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്. ഓക്കെ, ആ വൈൻഡിങ് അവിടെ എന്താണ്? സ്റ്റേഷനറി ആണ്. പക്ഷെ ഇതിൽ കൂടെ പോയപ്പോ ആ ഫ്ലക്സ് എന്തായിരുന്നു? വേരിയിങ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സംഭവിക്കും. കാരണം ഫാരഡേസ് ലോ എന്താ പറയണേ? ഫ്ലക്സിന് എപ്പോഴെങ്കിലും, ഫ്ലക്സ് ലിങ്കേജിന് ഒരു മാറ്റം എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടക്ടർ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സെക്കൻഡറി സൈഡിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. സെക്കൻഡറി ആയതുകൊണ്ട് ഞാൻ അവർക്ക് E2 എന്ന് പേര് കൊടുത്തു. ഇതേപോലെ ഈ ഫ്ലക്സ് ഇതേന മാഗ്നറ്റിക് കോറിൽ കൂടെ കറങ്ങി താനെ നമ്മുടെ പ്രൈമറി സൈഡിൽ കൂടെ പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഫീൽഡ് വൈൻഡിങ് ഉണ്ടല്ലോ, ആ ഫീൽഡ് വൈൻഡിങ്ങും ആ വേരിയും മാഗ്നറ്റിക് ഫ്ലക്സിൽ ഇരിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെയും എന്ത് ഇൻഡ്യൂസ് ചെയ്യും? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ EMF-നെ നമുക്ക് എന്തെന്ന് വിളിക്കാം? E1 എന്ന് പേര് വിളിക്കാം. ഓക്കെ, ഈ ഇൻഡ്യൂസ് ചെയ്ത E1ന്റെ നേച്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് എങ്ങനെയായിരിക്കും? ഒപ്പോസിംഗ് ആയിരിക്കും. അതാണ് ഫാരഡേസ് ലോയിൽ നമ്മൾ ഇക്വേഷൻ എഴുതാൻ നേരത്തെ E is equal to -N-d∅dt എന്ന് എഴുതണേ. ആ മൈനസ് വരാനുള്ള കാരണം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആര്? ലെൻസസ്. ആ ലോയിനെയാണ്, അതായത് ഒരു EMF-ന്റെ പൊളാരിറ്റി അല്ലെങ്കിൽ EMF-ന്റെ സൈനിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. E is equal to -N-d∅dt എന്നാണ് നമ്മൾ ജനറലി എഴുതാറ് അല്ലെ? ഈ മൈനസ് കാണിക്കുന്നത് എന്താ? ഈ ഇൻഡ്യൂസ് ചെയ്ത EMF അതിന്റെ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, ആ ലോ ആണ് ഏത് ലോ? ലെൻസസ് ലോ എന്ന് നമ്മൾ പറയണത്. അപ്പൊ ഇവിടെ ഇപ്പൊ EMF ഇൻഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ആരാ? ഫ്ലക്സ് ആണോ? അല്ല. ആ ഫ്ലക്സ് ഉണ്ടായ കാരണം ആരാ? കറണ്ട്. ആ കറണ്ട് ഉണ്ടായ കാരണം ആരാ? വോൾട്ടേജ്. അപ്പോ ഈ ഇൻഡ്യൂസ് ചെയ്ത EMF-ന്റെ നേച്ചർ എങ്ങനെയായിരിക്കും? അപ്ലൈഡ് വോൾട്ടേജിനെ അത് ഒപ്പോസ് ചെയ്യും. മനസ്സിലായി? അതായത് E1 ആണെങ്കിലും E2 ആണെങ്കിലും അപ്ലൈ ചെയ്ത വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് അതിന്റെ കാരണക്കാരൻ. കാരണക്കാരൻ ആരെ ഒപ്പോസ് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഒപ്പോസ് ചെയ്യും. ഓക്കെ, അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതും. അതായത് E1 E2 ഉണ്ടാവുന്ന കേസ് പറഞ്ഞു. നമുക്ക് ഒരു ഫാരഡേസ് ലോ ഉപയോഗിച്ച് ഇന്റെ ജനറൽ ഇക്വേഷൻ എന്താ? E is equal to -N-d∅dt. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ പ്രൈമറിയിലെ EMF ആയതുകൊണ്ട് അതിന് E1 എന്ന് പേര് കൊടുത്തു. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് N1 ആയതുകൊണ്ട് N1 എന്ന് പേര് കൊടുത്തു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് d∅ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ d∅m എന്ന് കൊടുക്കാം. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഫ്ലക്സിന് ഞാൻ പറഞ്ഞില്ലേ, ഫ്ലക്സിന് ചില ടെക്സ്റ്റ് ബുക്കിൽ φm എന്ന്, മെയിൻ ഫ്ലക്സ് എന്നുള്ള രീതിയിൽ φm എന്നായിരിക്കും പേര് കൊടുത്തിട്ടുണ്ടാവുക. ചില ടെക്സ്റ്റ് ബുക്കിൽ സിംപ്ലി φ ആയിരിക്കും. ഓക്കെ, അപ്പൊ E1 is equal to എന്താ? -N1 d∅m/dt. അതേപോലെ E2 is equal to -N2 d∅dt. കാരണം ഈ EMF എവിടെ ഇൻഡ്യൂസ് ചെയ്ത? രണ്ടാമത്തെ കോയില്ല. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ റിലേഷൻ വെച്ചിട്ട് നമ്മൾ ഇതേന E1/E2 അല്ലെങ്കിൽ E2/E1 കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ E2/E1 is equal to എന്ത് പറ്റും? d∅dt രണ്ടിലും ഉള്ളതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. നെഗറ്റീവും നെഗറ്റീവും പോയി പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറ്റും? N2/N1 എന്ന് പറഞ്ഞ റിലേഷൻ കിട്ടും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ റിലേഷൻ വെച്ചിട്ട് നമ്മളോട് PSC ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ അവര് പ്രൈമറിയിലോ അല്ലെങ്കിൽ സെക്കൻഡറിയിലോ വോൾട്ടേജ് തരും. നമ്പർ ഓഫ് ടേൺസ് രണ്ടും തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലെ വോൾട്ടേജോ നമ്പർ ഓഫ് ടേൺസോ കണ്ടുപിടിക്കാൻ പറയും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിലേഷൻ ആണ് ഇത്. E2/E1 is equal to N2/N1. ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ട്രാൻസ്ഫോമർ എന്താ ചെയ്തേ? ട്രാൻസ്ഫോമർ അവിടുത്തെ പവർ, അതായത് ഒരു സൈഡിൽ അതിന്റെ പ്രൈമറി സൈഡിൽ കിട്ടിയ പവറിന് അത് എന്ത് ചെയ്തു? സെക്കൻഡറി സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തേ. അല്ലാണ്ട് ഇത് കൺവേർട്ട് ചെയ്യാനൊന്നും നിന്നില്ല അല്ലെ? അപ്പൊ ട്രാൻസ്ഫോമർ ഒരിക്കലും ഒരു എനർജീനെ കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് അല്ല. നേരെ മറിച്ച് എന്താണ്? ട്രാൻസ്ഫോമർ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതായത് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം അത് കൺഫ്യൂസിങ് ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്കത് കത്തണം എന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? ബബിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എനർജീനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യാണ് പ്രൈമറി സൈഡിൽ നിന്ന് സെക്കൻഡറി സൈഡിലോട്ട്. അപ്പൊ സെക്കൻഡറി സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണോ കുറവാണോ എന്നനുസരിച്ചാണ് അവിടുത്തെ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയാലോ? അപ്പോ പ്രൈമറി സൈഡിലെ വോൾട്ടേജ് പവർ V1 I1 ആണെങ്കിൽ സെക്കൻഡറി സൈഡിലെ വോൾട്ടേജ് എന്തായിരിക്കും? പവർ എത്രയായിരിക്കും? V2 I2 ആയിരിക്കും. അവര് തമ്മിലുള്ള വാല്യൂ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് വോൾട്ടേജ് കൂടുക കുറയാന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ വോൾട്ടേജ് കൂടുകയും കുറയുകയും ചെയ്യണത് എന്തിന്റെ ബേസിലാണ്? നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറി സൈഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രൈമറിയുടെ നമ്പർ ഓഫ് ടേൺസ് എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും സെക്കൻഡറി സൈഡിൽ കിട്ടുന്ന വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോസ് AC പവർ ഫ്രം വൺ സർക്യൂട്ട് എന്ന് വെച്ചാൽ പ്രൈമറി സൈഡിൽ നിന്ന് ടു അനദർ, അടുത്ത സൈഡിലോട്ട്, സെക്കൻഡറി സൈഡിലോട്ട്. എങ്ങനെയാ മാറ്റുക? അതിന്റെ വോൾട്ടേജ് ലെവൽ ചേഞ്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗിൽ നമ്മൾ പറയുന്ന മെയിൻ കാര്യം.
ഇനി നിങ്ങളോട് പ്രോബ്ലം ചോദിക്കാൻ നേരത്ത് പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. പ്രോബ്ലം ചോദിക്കാൻ നേരത്ത് നമുക്കിപ്പോ വോൾട്ടേജിന്റെ റേറ്റിംഗ് തരുമ്പോൾ ഏതാണ് പ്രൈമറി, അതായത് ആദ്യം തന്നിരിക്കുന്നത് പ്രൈമറി വോൾട്ടേജ് ആണോ സെക്കൻഡറി വോൾട്ടേജ് ആണോ എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് 110 ബാർ, ഓക്കെ 110 ബാർ 220 എന്ന് തന്നിരിക്കുക. വേറെ ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. എ ട്രാൻസ്ഫോമർ ഓഫ് 110 ബാർ 220 വോൾട്ട് ഈസ് എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ അങ്ങ് തന്നിരിക്കുക. നമുക്ക് യൂഷ്വലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുക പ്രൈമറി ബാർ സെക്കൻഡറി, അതായത് V1/V2 എന്നുള്ള ഫോമിലായിരിക്കും. അതുപോലെ നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നിരിക്കുന്നത്, അത് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെടുക്കുക N1/N2 എന്ന് എടുക്കുക. ഇത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂം തെറ്റിപ്പോവും. ആ വാല്യൂ വെച്ച് ചെയ്യുന്ന ഒരു ഉത്തരം അവർ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. ഇത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്യാണ്ട് ജസ്റ്റ് ഒരു വോൾട്ടേജ് റേറ്റിംഗ് നമ്മളോട് 220 ബാർ 110 എന്നോ അല്ലെങ്കിൽ 110 ബാർ 220 എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത്, മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കാണിക്കുന്നത് എന്തായിരിക്കും V1/V2, അതായത് പ്രൈമറി സൈഡ് വോൾട്ടേജ് ബാർ സെക്കൻഡറി സൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ തന്നിട്ട് അവർ പറയാണ് നിങ്ങളുടെ ഹൈ വോൾട്ടേജ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽസ് തരാം. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് വോൾട്ടേജിലും ഹൈ വോൾട്ടേജ് എവിടെയാ വരുന്നത് 220 സെക്കൻഡറി സൈഡിലാണ്. അപ്പൊ പിന്നെ തരുന്ന ഈ ഹൈ വോൾട്ടേജ് സൈഡിലെ കറണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ തന്നിരിക്കുന്നത് ഏത് കറണ്ട് ആയിരിക്കും I2 എന്ന് പറഞ്ഞ കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ് നിങ്ങളുടെ LV സൈഡിലെ കറണ്ട് ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇതിൽ LV സൈഡ് ലോ വോൾട്ടേജ് എവിടെയാ വരുന്നത്, അതായത് പ്രൈമറി സൈഡിൽ. അപ്പൊ നിങ്ങൾക്ക് തന്നത് I1ന്റെ വാല്യൂ ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പലർക്കും പ്രോബ്ലം ചെയ്യാൻ നേരത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഇനി ട്രാൻസ്ഫോമറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ട്രാൻസ്ഫോമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ് അല്ലെ, അതായത് ട്രാൻസ്ഫോമറിൽ ഒരു മൂവിങ് പാർട്ടും ഇല്ല. ആ മാഗ്നറ്റിക് കോർ അവിടെ അനങ്ങാണ്ട് നിൽക്കണു. പിന്നെന്താണ്, അതിന് ചുറ്റും വൈൻഡിങ് കൊടുത്തിരിക്കുന്നു. ട്രാൻസ്ഫോമറിൽ ഒരു അനക്കവും സംഭവിക്കുന്നില്ല അല്ലെ. ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റേഷനറി ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സ്റ്റാറ്റിക് ഡിവൈസ്. ഇവിടെ മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ജനറേറ്റർ മോട്ടർ ഒക്കെ പഠിക്കാൻ നേരത്തെ ഒരുപാട് ലോസസിനെ പറ്റി പഠിച്ചു അല്ലെ. അയൺ ലോസ്, കോപ്പർ ലോസ്, വിൻഡേജ് ലോസ്, പിന്നെ എന്താണ് എയർ ഫ്രിക്ഷണൽ ലോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഒരു ട്രാൻസ്ഫോമറിൽ ഈ മൂവിങ് പാർട്സ് റൊട്ടേറ്റിംഗ് പാർട്സ് ഇല്ലാത്തത് കൊണ്ട് അത് കാരണം ഉണ്ടാവുന്ന ലോസസ് എവിടെ ആപ്സെന്റ് ആയിരിക്കും, ട്രാൻസ്ഫോമറിൽ ആബ്സെന്റ് ആയിരിക്കും. ആ കാരണം കൊണ്ടാണ് ട്രാൻസ്ഫോമർ ആണ് ഏറ്റവും എഫിഷ്യൻസി കൂടിയ ഇലക്ട്രിക്കൽ മെഷീൻ എന്ന് പറയുന്നത്. ഹൈ എഫിഷ്യൻസി മെഷീൻ ഒരുപാട് PSC ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഹൈ എഫിഷ്യൻസി മെഷീൻ എന്ന് പറയുന്നത് ഏതാണ്, ട്രാൻസ്ഫോമർ ആണ്. അതിന് കാരണം എന്താ, ട്രാൻസ്ഫോമറിൽ മൂവിങ് പാർട്സ് ഇല്ല. മൂവിങ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് അത് കാരണം ഉണ്ടാവുന്ന ലോസസ് ഒന്നും എന്താണ് ട്രാൻസ്ഫോമറിൽ ആബ്സെന്റ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ട്രാൻസ്ഫോമർ ഹൈ എഫിഷ്യൻസി മെഷീൻ ആണെന്ന് പറയുന്നത്. ഇനി ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 96 to 99% ആ റേഞ്ചിലായിരിക്കും എന്ത് ട്രാൻസ്ഫോമറിന്റെ മോസ്റ്റ് ഓഫ് ദ എഫിഷ്യൻസിയും പറയുന്നത്. ഓക്കെ, 96 to 99%. ഇനി ഒരു പവർ ട്രാൻസ്ഫോമറിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഹൈ KVA റേറ്റിംഗ്, ലാർജ് KVA റേറ്റിംഗ് ഉള്ള അല്ലെങ്കിൽ ലാർജ് MVA റേറ്റിംഗ് ഉള്ള ഒരു ട്രാൻസ്ഫോമർ എടുക്കുകയാണ്, പവർ ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി റേഞ്ച് എത്രയായിരിക്കും, 98 to 99%. നിങ്ങളൊരു പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്തെ സപ്പോസ് അതൊരു പവർ ട്രാൻസ്ഫോമർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ കുറഞ്ഞൊക്കെ പോയിട്ടുണ്ട്, 80s കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നേരത്തെ 80s കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം വാല്യൂല് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഓക്കെ, പവർ ട്രാൻസ്ഫോമർ ഒക്കെ ആകുമ്പോൾ എങ്ങനെ വന്നാലും ഒരു 97, 98, 99 കുറെ കൂടി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്ന വാല്യൂ 98 to 99% ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് പവർ ആണ്, കോൺസ്റ്റന്റ് പവർ മെഷീൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ. കാരണം പ്രൈമറി സൈഡിലെ പവർ എത്രയാണോ അതേ പവർ ആയിരിക്കും എവിടെയും കിട്ടുക സെക്കൻഡറി സൈഡിൽ. അതായത് പ്രൈമറി സൈഡിലെ പവർ V1 I1 ആണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും V2 I2. സെക്കൻഡറി സൈഡിലെ പവർ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, പവർ ഈക്വൽ ആയിരിക്കും. അപ്പൊ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പവർ ഡിവൈസ് നമുക്ക് വിളിക്കാം. ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, ട്രാൻസ്ഫോമർ ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ്. കോൺസ്റ്റന്റ് പവർ എന്ന് വെച്ചാൽ എന്താ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. പ്രൈമറി സൈഡിലെ V1 I1ന്റെ വാല്യൂ എത്രയാണോ കിട്ടുക അത് തന്നെയായിരിക്കും എവിടെ, ആ വാല്യൂ ആയിരിക്കും നമുക്ക് എവിടെയും കിട്ടുക നമ്മുടെ സെക്കൻഡറി സൈഡിലെ വോൾട്ടേജിലെ, സെക്കൻഡറി സൈഡിലെ വോൾട്ടേജും കറണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് പവർ മെഷീൻ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറഞ്ഞത് ഫ്രീക്വൻസിയുടെ കേസാണ്. പ്രൈമറി സൈഡിൽ നിങ്ങൾ കണക്ഷൻ കറണ്ട് ഫ്ലോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതേ ഫ്രീക്വൻസിയിലുള്ള എനർജി, അതായത് അതേ ഫ്രീക്വൻസിയിലുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും എവിടെയും ഡെവലപ്പ് ചെയ്യുക നിങ്ങളുടെ സെക്കൻഡറി സൈഡിൽ.
അതുകൊണ്ട് നമുക്ക് പറയാം ട്രാൻസ്ഫോമറിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഔട്ട്പുട്ട് പവറിന്റെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, നിങ്ങളുടെ സെക്കൻഡറി സൈഡിൽ കിട്ടുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി നിങ്ങളുടെ ഇൻപുട്ട് സൈഡിലുള്ള ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും, മാച്ച് ആയിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് ട്രാൻസ്ഫോമറിനെ നമുക്ക് എന്തെന്നും പറയാം, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്നും പറയാം. ഓക്കെ, ഇനി ഒരാളും കൂടെ സെയിം ആണ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഫ്ലക്സ്. അതെന്താണ് നമ്മൾ ലോഡ് കണ്ടീഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ പറയും എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിന് ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ എന്ന് പറയാൻ കാരണം. ഓക്കെ, അതായത് പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഉണ്ടല്ലോ, ഫ്ലക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെന്നല്ല, അതായത് അവിടെ എപ്പോഴും d∅/dt എന്ന് പറഞ്ഞ വേരിയിങ് ഫ്ലക്സ് ആണ് റൊട്ടേറ്റ് ചെയ്യണത്. പക്ഷെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എങ്ങനെയായിരിക്കും, സെയിം ഫ്ലക്സ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എന്ത് ഫ്ലക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്തൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്? ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ പവർ കോൺസ്റ്റന്റ് ഡിവൈസ് ആണ്, ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്, അതുപോലെ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ്. ഒരു PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ചോദ്യമാണ്, ഇതിൽ ഏതാണ് ട്രാൻസ്ഫോമറിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അവർ ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻസിയും ഫ്ലക്സും പവർ തന്നിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഒരാളെയും കൂടെ തന്നു. അവർ തന്നത് കറണ്ട് ആണോ വോൾട്ടേജ് ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, അതായിരുന്നു നാലാമത് തന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫോമർ എന്താണ്? കോൺസ്റ്റന്റ് ഫ്രീക്വൻസി, കോൺസ്റ്റന്റ് പവർ, കോൺസ്റ്റന്റ് ഫ്ലക്സ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ട്രാൻസ്ഫോമറിൽ നമ്മൾ എനർജീനെ ഒന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. അവിടെ എന്താ ചെയ്യുന്നത്, എനർജീനെ ട്രാൻസ്ഫർ ചെയ്യണേ ഉള്ളൂ അല്ലെ. പക്ഷെ ഒരു ജനറേറ്റർ മോട്ടറൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജനറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഒരു മോട്ടർ എടുക്കുവാണെങ്കിലോ, മോട്ടറിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നാ പറയണത്. ഓക്കെ, അപ്പൊ പക്ഷെ ഒരു ട്രാൻസ്ഫോമറിൽ എന്താണ്, കൺവേർഷൻ ഒന്നും നടക്കുന്നില്ല, പക്ഷെ പകരം എന്താ നടക്കുന്നത്, ട്രാൻസ്ഫറിങ് ആണ് നടക്കുന്നത്. പ്രൈമറി സൈഡിൽ നിന്ന് സെക്കൻഡറി സൈഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് ഫ്രീക്വൻസിക്ക് എന്ത് പറ്റുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. KCB സബ് എഞ്ചിനീയറിന്റെ പുതിയ ബാച്ചും അതുപോലെ KW ഓപ്പറേറ്ററിന്റെ ക്രാഷ് കോഴ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടും നമ്മുടെ ആപ്പ് ത്രൂ പോസിബിൾ ആണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.